ഹായ് ഫ്രണ്ട്സ്, ജയാസ് കിച്ചൺ മാജിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എത്ര വേണേലും കഴിച്ച് പ്ലേറ്റ് കാലിയാവുന്ന വഴി അറിയില്ല. ഈ റവ ലഡ്ഡു ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടാ എല്ലാവരും. അപ്പോൾ ഇതിലേക്കായി ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് പാല്, 2 കപ്പ് റവ, 1 കപ്പ് ചിരവിയ തേങ്ങ, 1/2 കപ്പ് കാഷ്യൂ നട്ട്സ്, 1 കപ്പ് പഞ്ചസാര, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 3 ടേബിൾ സ്പൂൺ നെയ്യ്. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് കാഷ്യൂ നട്ട്സ് വറുത്ത് വെക്കണം. തേങ്ങ ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കണം. ഇനി ആദ്യം ഇതിനായി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് എടുത്തു വെച്ച 2 കപ്പ് റവ ചേർത്ത് കൊടുത്ത് ഒരുപാട് ബ്രൗണൊന്നും ആകേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് കളർ മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതിയാവും. ഇത് കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു ലഡ്ഡുവാണ്. ഇതിൽ പ്രത്യേകിച്ച് വേറെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്. പഞ്ചസാര, തേങ്ങ, റവ ഇതെപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് പുതിയതായി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വേണം ഉണ്ടാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇതിലില്ല. ഇനി പാന് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ച കാഷ്യൂ നട്ട്സ് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിനിടയ്ക്ക് നമ്മൾ ചിരകി വെച്ച തേങ്ങ ഒന്ന് മിക്സിയിൽ പൊടിച്ചിട്ട് വരാം. ഇനി ഇതിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. ഇനി 1 കപ്പ് പാല് ചേർക്കാം. കൂടെ കശുവണ്ടിപ്പരിപ്പ്, 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നല്ലോണം മിക്സ് ആക്കണം. ഇനി 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച തേങ്ങയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ നമ്മളുടെ മിക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ലഡ്ഡു ആയിട്ട് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ എളുപ്പമായിട്ട് കിട്ടും. ഇങ്ങനെ കയ്യിൽ വെച്ച് ഇതുപോലെ ചെറിയ ഉരുളിയോ വലിയ ഉരുളിയായിട്ടോ നമുക്ക് എങ്ങനെയാണ് ആവശ്യം അതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാനുള്ളതേ ഉള്ളൂ. എളുപ്പമായിട്ട് കിട്ടുന്നതാണത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ടേസ്റ്റിയായ റവ ലഡ്ഡു ഉണ്ടാക്കി നോക്കണം. വീട്ടിലുള്ള ചേരുവകൾ വെച്ച് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു മധുര പലഹാരമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എളുപ്പമായിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.